നമ്മുടെ ബി.ജെ.പി. സർക്കാരിനെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന അവരുടെ കൊള്ളരുതായ്മകൾക്കും മറ്റും സാധാരണ ജനങ്ങളുടെ ശബ്ദമായി മാറുന്ന ഒരു വ്യക്തിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്ര സർക്കാർ നടത്തിയ വോട്ട് ചോരിക്കെതിരെ വളരെ ശക്തമായ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരിക്കെതിരെ മഹാറാലി വരെ നടത്തി. ഒരുപാട് പേരുടെ ഒപ്പുശേഖരണം നടത്തി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ചെയ്തു. പോരാത്തതിന് ഈ വിഷയത്തിന്റെ പേരിൽ വൻ വാഗ്വാദങ്ങളാണ് പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിൽ നടന്നത്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നിരവധി ചോദ്യങ്ങൾ നരേന്ദ്രമോദിയോട് ചോദിച്ചിരുന്നു. പക്ഷേ അമിത്ഷാ ഇതിന് മറുപടി പറയുന്നതിന് പകരം ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ മനസ്സിലാവും ബി.ജെ.പി. സർക്കാരിന്റെ ഈ വിഷയത്തിലെ പങ്ക്. അല്ലെങ്കിലും കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കുത്തിക്കാനല്ലേ ബി.ജെ.പി. ശ്രമിക്കാറുള്ളൂ. പക്ഷേ എന്തൊക്കെ ചെയ്തത് മാറ്റാൻ നോക്കിയാലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അത് മറക്കില്ല. വോട്ട് ചോരിക്ക് പിന്നിലുള്ള എല്ലാ തെളിവുകളും പുറത്തു കൊണ്ടുവരികയും ബി.ജെ.പിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടക്കുകയും ചെയ്യും. അതിന്റെ ഒരു പേടി ബി.ജെ.പിക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇന്ത്യയിൽ മാത്രമായിരുന്നു രാഹുൽ ഗാന്ധി വോട്ട് ചോരിക്കെതിരെ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ. എന്നാൽ ഇപ്പോൾ അങ്ങ് ജർമ്മനിയിൽ വരെ ഈ വിഷയത്തെ എത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും ബി.ജെ.പി. സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ആയുധമാക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി.ജെ.പി. തങ്ങളുടേതായി മാത്രമായി കാണുന്നു. ജനാധിപത്യം കടുത്ത ആക്രമണം നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നുവെന്നും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നീതിയുക്തമായിരുന്നില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രധാനമന്ത്രി മോദിയുടെ സാമ്പത്തിക മാതൃക പരാജയമാണെന്നും അത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നയങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഒപ്പം മോദിയുടെ കാഴ്ചപ്പാട് ഇന്ത്യക്കാർ തമ്മിൽ പോരടിക്കുന്ന അവസ്ഥയുണ്ടാക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ മോദി സർക്കാരിന്റെ എല്ലാ പിഴവുകളും ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള എല്ലാ കൊള്ളരുതായ്മകളും രാഹുൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരുന്നു. വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനിച്ചു എന്നൊക്കെ ബി.ജെ.പി. പറയുമെങ്കിലും സത്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.